ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇടത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കുക കൂടിയാണെന്നും അതിന്റെ ഭാഗമാണ് 1964 റൂൾസ് പ്രകാരം പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്ന് കോടതി പറഞ്ഞതെന്നും കർഷകരുടെ പട്ടയ സ്വപ്നങ്ങൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കുമെന്നും 1993 റൂൾ പ്രകാരമുള്ള പട്ടയങ്ങളും കേന്ദ്ര അനുമതി ലഭിച്ച പ്രദേശത്ത് നൽകുന്നതിന് നടപടിയായിട്ടുണ്ടെന്നും പട്ടയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെന്നും സർക്കാരിനും റവന്യൂ വകുപ്പിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയി പറഞ്ഞു. വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന നൽകിയ ഹർജിയെ തുടർന്നാണ് 64 റൂൾ പ്രകാരമുള്ള പട്ടയ നടപടികൾ ഹൈക്കോടതി തടഞ്ഞത്. ഇതോടെ വിതരണത്തിനായി തയ്യാറാക്കി വെച്ചിരുന്ന പട്ടയങ്ങൾ പോലും വിതരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കോടതിയെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വൺ എർത്ത് വൺ ലൈഫിന്റെ ഹർജി തള്ളി പട്ടയം വിതരണത്തിന് തടസ്സമില്ലെന്ന കോടതി ഉത്തരവുണ്ടായതെന്നും CU ജോയി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരന് 1964 റൂൾ അനുസരിച്ച് പട്ടയം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. അതിന് കാരണബോധനായത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സഖാവ് K രാജനും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മലയോര കൃഷിക്കാരൻ വലിയ സന്തോഷത്തിലാണ്, സ്വപ്ന സാക്ഷാത്കാരത്തിലാണ്. 10,000-കണക്കിന് മനുഷ്യർക്ക് ഇനി മുതൽ പട്ടയം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ 50,000-ലേറെ പട്ടയം ഇതുവരെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരന് ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും 1000-കണക്കിന് പട്ടയങ്ങൾ കൊടുക്കാനുണ്ട്. ആ പട്ടയം കൊടുക്കാൻ കഴിയാതെ വന്നത് കോടതിയുടെ ഈ തടസ്സവാദമായിരുന്നു. CHR മേഖലയിലെ പട്ടയ പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രാനുമതി ലഭിച്ച 5000 ഹെക്ടർ സ്ഥലത്ത് 1993 റൂൾ പ്രകാരം പട്ടയം നൽകുന്നതിനും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനായി പട്ടയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെന്നും CU ജോയി. 1993 പട്ടയം കൊടുക്കുന്ന നടപടിയും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഇന്നലെ മുതൽ ഈ ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരന് രാജകുമാരിയും നെടുങ്കണ്ടവും മുരിക്കാശ്ശേരിയും അടക്കമുള്ള എല്ലാ LA ആഫീസുകളിലും 1993 പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണുള്ളത്. കേരളത്തിൽ 1993 പട്ടയത്തിന് അപേക്ഷ വയ്ക്കുമ്പോൾ 5000 ഹെക്ടർ ഭൂമി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയുള്ള 5000 ഹെക്ടർ ഭൂമിക്ക് ഇടുക്കി ജില്ലയിൽ പട്ടയം കൊടുക്കാൻ മുൻപേ അനുമതിയുണ്ട്. ആ മുൻപേ അനുമതിയുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. 1993 റൂൾ അനുസരിച്ച് കൊടുക്കുമ്പോൾ അതിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് അനുസരിച്ച് 1993 3 റൂൾ അനുസരിച്ച് അവിടെ കൊമേഴ്ഷ്യൽ പർപ്പസുള്ള കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഇന്നലെ മുതൽ പട്ടയത്തിന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഇടുക്കിയിലെ പട്ടയ നടപടികൾക്ക് എക്കാലവും തടസ്സം നിന്നത് കോൺഗ്രസും കപട പരിസ്ഥിതിവാദികളാണെന്നും എന്നാൽ ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ ഇടപെടലിൽ നിയമക്കുരുക്കുകൾ അഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിനും റവന്യൂ വകുപ്പ് മന്ത്രിക്കും നന്ദി അറിയിക്കുന്നുവെന്നും CU ജോയി പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്.